ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് ഉപയോഗം സമ്മതിച്ചിരുന്നു വേടൻ. അല്പസമയത്തിനകം തന്നെ ഫ്ളാറ്റിൽ നിന്ന് അവരെ പുറത്തേക്ക് ഇറക്കും എന്നാണ് പോലീസ്. വേടനെയും കൂട്ടരെയും പുറത്തേക്ക് ഇറക്കും എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്നത്. അവിടെ നിന്ന് വിവരങ്ങൾ നൽകുക വിഷ്ണു സുരേഷാണ്. വിഷ്ണു, കേൾക്കാമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പറയൂ. വേടനെ പുറത്തേക്ക് ഇറക്കുകയാണോ പോലീസ് അവിടെ നിന്ന്? കുറച്ചധികം നാളായിട്ട് ഇവിടെ ലഹരി വേട്ട വളരെ തകർത്ത് നടക്കുന്നുണ്ട്. ഒരല്പം ഒന്ന് കോമൺ സെൻസോട് കൂടി നമ്മൾ ആലോചിച്ചാൽ ഇതൊക്കെ ഒരു പ്രഹസനമാണെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? വേടനെ പറ്റിയ അബദ്ധം. വേടൻ ഒരു കൺസേർട്ടിൽ പോയിട്ട് സിന്തറ്റിക് ലഹരി നിങ്ങൾ ഉപയോഗിക്കരുത്, അത് ചെകുത്താനാണെന്ന് പറഞ്ഞു. അതിന് കുറച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കഞ്ചാവ് കയ്യിൽ വെച്ച് വേടനെ അറസ്റ്റ് ചെയ്യുന്നു. വേടൻ എടുത്ത് പറഞ്ഞത് സിന്തറ്റിക് ലഹരി എന്നാണ്. അപ്പോൾ വേടൻ സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചിട്ടില്ല. വേടൻ ഉപയോഗിച്ചിരിക്കുന്നത് നാച്ചുറലി ഫോമായി വരുന്ന കഞ്ചാവാണല്ലോ. വേടനെ വേണമെങ്കിൽ അല്ലെങ്കിൽ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ന്യായീകരിക്കാം. സുഹൃത്തുക്കളെ, ലോകത്തെവിടെയും സിന്തറ്റിക് ലഹരി അല്ലെങ്കിൽ നാച്ചുറൽ ലഹരി എന്ന് പറഞ്ഞൊരു കാറ്റഗറി, ഒരു വേർതിരിവോ ഇല്ല. ലഹരിയാണ്. ലഹരിക്ക് അങ്ങനെ ഒരു കാറ്റഗറിയേ ഇല്ല. എന്താണ് ആക്ച്വലി കഞ്ചാവിനകത്തും അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന മദ്യത്തിനകത്തും സിഗരറ്റിനകത്തും ഒക്കെ നമുക്ക് എക്സ്റ്റസി ഉണ്ടാക്കി തരുന്ന സാധനം എന്താണ്? കെമിക്കൽസ് ആണ്. നമ്മളത് ഒരു ലാബിനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടെടുത്താലും നമ്മളൊരു ചെടിയിലായിരുന്നാലും കെമിക്കൽ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കെമിക്കൽസ് ആണ് നമ്മളെ ശരീരത്തിനുള്ളിൽ ചെന്ന് ബ്ലഡിലൂടെ ആകിരണം ചെയ്യപ്പെട്ട് നമ്മളെ തലച്ചോറിലൊക്കെ പ്രവർത്തിച്ച് നമുക്ക് ആ ഒരു എക്സസൈസ് ഉണ്ടാക്കി തരുന്നത്, ഹൈ ഉണ്ടാക്കി തരുന്നത്. അത് നാച്ചുറലി ഇരുന്നാലും ലാബിൽ ഉണ്ടാക്കിയെടുത്താലും രണ്ടും സെയിം സാധനമാണ്. ഇന്ന് നമുക്ക് ലാബിൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ നമുക്ക് നാച്ചുറലി കിട്ടുന്ന സാധനങ്ങളൊന്നും ഇപ്പം ഹെറോയിൻ ആണ് ലോകത്തിലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ലഹരി വസ്തു. ഹെറോയിൻ ആണ്. അത് നമുക്ക് കിട്ടുന്ന കൊക്കിൻ, ഇതൊക്കെ നാച്ചുറലി ഫോം ആവുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ലീതൽ ഡോസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ്. അതായത് ഒരു വസ്തുവിന് നമ്മൾ പഠിച്ചിട്ട് അതിൻ്റെ ലീതൽ ഡോസ് എത്രയാണ്, അത് നമ്മുടെ ബോഡി എത്രത്തോളം ഹാം ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പല കാലഘട്ടങ്ങളായി പഠിച്ചിട്ട് അതിനൊരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാ വസ്തുവിനും ഒരു ലീതൽ ഡോസ് ഉണ്ട്. ഇപ്പോൾ കഞ്ചാവിൻ്റെ ലീതൽ ഡോസ് ഒക്കെ വളരെ ഹൈ ആണ്. ഒരുപാട് നമ്മൾ വായിച്ച കഞ്ചാവിൻ്റെ ലീതൽ ഡോസ് ഉണ്ട്. പക്ഷേ അതിൻ്റെക്കാളും എത്രയോ കുറവാണ് മദ്യത്തിന്. ഇപ്പോൾ വേടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്ന സിന്തറ്റിക് ലഹരി കൂടുതൽ പ്രശ്നമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. എല്ലാം കെമിക്കൽസ് ആണ്. നാച്ചുറൽ ഫോമിൽ ഇരിക്കുന്നു, ഒന്നും ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്നു. ചില ചെടികളില്ലേ, നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ചില ചെടികളിൽ നിന്ന് നമ്മൾ അതിൽ നിന്നുള്ള സാധനങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് നമ്മൾ കെമിക്കലാക്കി അത് ഗുളിയാക്കി നമ്മൾ മാറ്റാറില്ലേ? അപ്പോൾ അവിടെ കെമിക്കൽസ് ആണ്, ഇവിടെയും കെമിക്കൽസ് ആണ്. ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം, ഒന്നുകിൽ ഇതിന്റെ ഉത്ഭവം തടയുക, ലഹരി ഉപയോഗിക്കുന്നത് കുറയ്ക്കുക, ലഹരി നിങ്ങൾ സ്വയം മനസ്സിലാക്കി നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അത് നടക്കാത്തൊരു സാധനമാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് ഇതുള്ളൊരു സാധനമാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ലഹരി എങ്ങനെ ഉപയോഗിക്കാം, ലഹരി എത്ര അളവ് ഉപയോഗിക്കാം, ലഹരി ആര് ഉപയോഗിക്കാം, ലീതൽ ഡോസ് എങ്ങനെ, അതിനെപ്പറ്റി പഠിക്കുക, അത് ചെറുതിലേ മുതലേ അറിവ് കൊടുക്കുക. അത് ആ അറിവ് വെച്ച് നമ്മളത് ഉപയോഗിക്കുക. അടിച്ചെവിടെയും ഓടെ കറക്കാതെ, വലിച്ചെവിടെയും പറന്ന് കളക്കാതെ, കുത്തിക്കയറ്റി നശിപ്പിക്കാതെ, ക്യാൻസർ ഉണ്ടാക്കുക, ജീവൻ നശിപ്പിക്കാതെ മനസ്സിലാക്കി ഉപയോഗിക്കാൻ പഠിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ലഹരി ഉപയോഗം ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ്. അതൊരു ക്രിമിനൽ കുറ്റം അല്ലാന്ന് കൂടി മനസ്സിലാക്കൂ. വേടൻ ലഹരി വെച്ച് പിടിച്ചു എന്ന് കരുതി അയാൾ ഒരു മോശം വ്യക്തിയാവുന്നൊന്നുമില്ല. അയാൾ ക്രിമിനൽ ഒന്നുമല്ല. ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ കാര്യം. അല്ല, ലഹരി അയാളുടെ കൈവശം വെച്ച് പിടിച്ചു എന്നുണ്ടെങ്കിൽ, അയാളുടെ അടിമയാണെങ്കിൽ, അയാൾ അതിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അതിന് ചികിത്സ ആവശ്യമാണ്. അല്ലാത്ത പക്ഷേ നമ്മൾ അയാളെ തള്ളിപ്പറയേണ്ട യാതൊരു കാര്യമില്ല. അയാളെ ഇങ്ങനെ വേട്ടയിടേണ്ട ആവശ്യമൊന്നുമില്ല. ലഹരി ഏത് ഉപയോഗിച്ചാലും ഉപയോഗിക്കേണ്ട അളവിൽ, ഉപയോഗിക്കേണ്ട രീതിയിൽ, ഉപയോഗിക്കേണ്ട സമയത്ത്, ഉപയോഗിക്കേണ്ട സ്ഥലത്ത്, ഉപയോഗിക്കേണ്ട ആൾ ഉപയോഗിച്ചാൽ ഒരു പ്രശ്നമില്ല. ഉപയോഗിക്കാൻ അറിഞ്ഞോടത്ത് ഉപയോഗിച്ചാൽ പാല് കുടിച്ചാലും എടുത്തോ.